ശ്രീമതി ധന്യ രാജേന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ധന്യ, ഇതിൽ രണ്ട് തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ഒന്ന് സിസ്റ്റം ഫെയിലിയർ എന്ന നിലയിലേക്കാണ്. മറ്റൊന്ന് ഈ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ അവൾക്കൊപ്പം മുദ്രാവാക്യങ്ങളൊക്കെ വെറും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണ്, അതിൽ വലിയ ഇരട്ടത്താപ്പുണ്ട് എന്ന ആരോപണങ്ങളാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഒരാൾക്ക് കൂടി ഇങ്ങനെ ഈ രീതിയിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തേണ്ടി വരുന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് എന്നത് എത്രമാത്രം വേദനിപ്പിക്കുന്നതാണ്, ഗൗരവമുള്ള സാഹചര്യമാണ്? ഇപ്പോൾ കുഞ്ഞിലെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഡോക്ടർ ആശ എല്ലാ അഭിമുഖങ്ങളിലും പറയുന്നത് അവർ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി എന്നാണ്. പക്ഷെ ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കംപ്ലൈന്റ് കൊടുത്ത് എഫ്ഐആർ ആകാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത്. എന്നാലും മുഖ്യമന്ത്രിക്ക് കത്തെഴുതണം, എന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും നടക്കൂ എന്ന് ഒരാൾ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കവേ വൈ ആർ വി ഫോഴ്സ്ഡ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്? എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കേണ്ടി വരുന്നത്? അതായത് മുഖ്യമന്ത്രി കത്തെഴുതിയാൽ മാത്രമേ ഇവിടെ കൃത്യമായി പോലീസ് ജോലി എടുക്കുള്ളൂ എന്ന്. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ലോസ് ഓഫ് കോൺഫിഡൻസ് ആണല്ലേ ആൾക്കാർക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ മേലെ. എനിക്ക് മറ്റു 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആക്ച്വലി ഞാൻ ഡോക്ടർ ആശയുടെ ചില ഇന്റർവ്യൂസ് കണ്ടു, വായിക്കുകയും കാണുകയും ചെയ്തപ്പോൾ അവർ പറയുന്നു, ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകള് ഇത് എനിക്ക് സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എനിക്ക് സംഭവിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു ഷോക്ക് എന്ന്. അതാണ് എനിക്ക് തോന്നുന്നു ആസ് എ വുമൺ എനിക്ക് വല്ലാതെ ഹിറ്റ് ചെയ്ത അതാണ്. അതായത് ഏത് പ്രായമായാലും എത്ര പ്രായമായാലും ഇതൊക്കെ പിന്നെയും പിന്നെയും സംഭവിക്കും. അതും കുഞ്ഞിലെ പറഞ്ഞ പോലെ അവരവിടെ പോയത് ഒരു ജൂറി മെമ്പർ ആയിട്ടാണ്. അവർക്കൊരു സ്ഥാനമുണ്ട് അവിടെ. അവരുടെ പ്രായം, സ്ഥാനം ഇതൊന്നും മതിക്കാതെയാണ് ഇത് സംഭവിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യമുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവർ വിളിക്കുമ്പോൾ പറയുന്നു, ഇല്ല എനിക്ക് കേസ് കൃത്യമായിട്ട് അറിയാം, ഞാൻ എല്ലാം ചെയ്യാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. ആ ഫോൺ എടുക്കുന്നത് തന്നെ പല പ്രാവശ്യം ഫോൺ വിളിച്ചതിന് ശേഷമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോൺ എടുക്കുന്നത്. ഇങ്ങനെ ഈ ഉറപ്പ് നൽകിയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഡോക്ടർ ആശ പത്രത്തിൽ വായിക്കുന്നത് ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്നാണ്. അപ്പൊ ഡോക്ടർ ആശ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ എല്ലാവരും അവരോട് പറയുന്നു സർക്കാർ ഒരു കത്ത് എഴുതണം, ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അതായത് വ്യത്യാസം എന്താ വെച്ചാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു SPPക്ക് ഒരു കേസേ ഉണ്ടാവുള്ളൂ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വെച്ചാൽ ഒരു ദിവസം 20-30 കേസുകളൊക്കെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് ഡീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും. സ്റ്റേറ്റ് ആണ് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെ ഭാഗത്ത് ഒരു സ്റ്റേറ്റ് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന് 1000 കേസുകളാണ്. അവർക്കതൊന്നും പഠിക്കാൻ സമയമില്ല, അതിനുള്ള സ്റ്റാഫ് ഇല്ല, പലയിടത്തും ശമ്പളമില്ല. ഇതെല്ലാം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. ഇപ്പൊ ഡോക്ടർ ആശ ഇപ്പൊ WCCന്റെ മെമ്പർ ആയതുകൊണ്ടും കേരളത്തിൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം വർക്കർ ആയതുകൊണ്ടും ചിലപ്പോൾ മുഖ്യമന്ത്രി കത്തെഴുതി SPPI കേസിൽ വെക്കുമായിരിക്കാം. പക്ഷെ ആ ഒരു പ്രിവിലേജ് നമ്മൾ ഇടപെടുന്ന എല്ലാവർക്കും ഇല്ല അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ആലോചിക്കണം. ഞാൻ കുറച്ച് ആ പ്രിവിലേജ് ഇല്ല എന്നതും ആശ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ മറ്റ് സാധാരണക്കാരായിട്ടുള്ള അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ധന്യ, ഇവിടെ നോക്കൂ, അതിനും എത്രമാത്രം ഗൗരവതരമാണ്. ഒരു അധികാര പ്രയോഗമാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. ഏതാണ്ട് തുല്യ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടവരാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു അധികാര പ്രയോഗമാണ് ഈ വിധത്തിൽ നടന്നിരിക്കുന്നത്. അവിടെ പോലും അത് നടന്നു എന്നതിനെ എങ്ങനെ കാണണം? നമ്മൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, തൊഴിലിടങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ മുൻകൈയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ മേള, അതിൻ്റെ നടത്തിപ്പ്, അതിലേക്ക് മലയാള ചിത്രങ്ങളുടെ സെലക്ഷൻ നടക്കുന്ന ഇടത്ത് പോലും ഇപ്പോഴും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇതാണ് എന്നത് എത്രമാത്രം ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്? വളരെ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യമാണ്. അതിൽ എനിക്കൊരു ഡിസ്റ്റിങ്ഷൻ ചെയ്യാണ്ട്, ഈ അക്യൂസ്ഡ് ആയ കുഞ്ഞു മുഹമ്മദ് ആൾക്ക് 2 റോളാണ്. ഒന്ന് ആസ് എ പൊളിറ്റീഷ്യൻ, ഒന്ന് ആസ് എ ഫിലിം മേക്കർ അല്ലെ. അപ്പൊ ഈ നമ്മളിവിടെ അറിയേണ്ട കാര്യം, ഇവിടെ ഈ 2 തൊഴിലിടങ്ങളിലും, അതായത് പൊളിറ്റിക്സ് ആയാലും സിനിമയായാലും, ഇവിടെ സെൻസിറ്റൈസേഷന്റെ ആവശ്യം വളരെ 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 അധികം ഉണ്ട്. അതായത് ഇപ്പൊ കുഞ്ഞിലെ പറഞ്ഞതുപോലെ WCC കോടതിയിൽ പോയത് കൊണ്ട് മാത്രം ഇന്റേണൽ കമ്മിറ്റി എല്ലാ സെറ്റുകളിലും വേണമെന്ന് കോടതി പറഞ്ഞെങ്കിൽ പോലും അത് പല സെറ്റുകളിൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പേരിന് മാത്രമാണ്, അവിടെ സെൻസിറ്റൈസേഷൻ നടക്കുന്നില്ല. ഈ കുഞ്ഞു മുഹമ്മദ് പറഞ്ഞൊരാള് പൊളിറ്റീഷ്യൻ കൂടിയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഇന്ത്യയിൽ, അതായത് ഇതേ കേസിൽ WCC കൊടുത്ത ഇതേ കേസിൽ പല ആൾക്കാരും ഇംപ്ലീഡ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിലും ഇങ്ങനൊരു IC വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഒരു IC ഇല്ല. എനിക്ക് തോന്നുന്നു CPIM ഒരു IC ഉണ്ട്,
മറ്റ് അതും ഈ കുറച്ച് 2-3 കൊല്ലം മുമ്പാണ് IC ആദ്യമായിട്ട് തുടങ്ങിയത്. അങ്ങനെ 1-2 പാർട്ടികൾ മാത്രമേ ഇന്റേണൽ കമ്മിറ്റി ഉള്ളൂ. അപ്പൊ ഈ ഒരു പാർട്ടി സ്ട്രക്ചറിൽ തന്നെ, പൊളിറ്റിക്കൽ പാർട്ടി സ്ട്രക്ചറിൽ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളെ അസോൾട്ട് ചെയ്യോ ഹാരസ് ചെയ്തു വെച്ചാൽ അതിനൊരു ഭവിഷ്യത്തുണ്ട്, ഇതൊരു വർക്ക് പ്ലേസ് ആണ്, ഇങ്ങനെ ഡിസിപ്ലിൻ ഒന്നും ആർക്കും നമ്മൾ സെൻസിറ്റൈസ് കൊടുക്കുന്നേ ഇല്ല. അപ്പൊ ഇയാൾക്കൊരു ഡുവൽ ക്യാരക്ടർ ഉണ്ട്. ഇത് ഉണ്ടായിട്ട് പോലും, അതായത് ഇപ്പൊ ഈ കുഞ്ഞു മുഹമ്മദ് പറഞ്ഞ ആള് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അറിയാത്തതോ അല്ലെങ്കിൽ IC ഉണ്ടെന്നോ അറിയാത്ത ആളൊന്നും അല്ലല്ലോ. ഞാൻ ആക്ച്വലി ആലോചിക്കുന്നത് ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ്. അതായത് ഇത്രയും സെൻസിറ്റൈസേഷനും ഇത്രയും നമ്മളൊക്കെ ദിവസവും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ സംസാരിക്കാത്ത ഒരു കാലത്ത് എങ്ങനെയായിരിക്കും സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടാവാൻ മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. തീർച്ചയായും ഇതിൽ ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് കൂടി ഒന്നുകൂടി ധന്യയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവൾക്കൊപ്പം എന്ന മുദ്രാവാക്യം പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു വെള്ളം കുടിക്കുന്ന കപ്പിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എഴുതിയപ്പോൾ അതൊരു സന്ദേശമായി കണ്ടവരാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച പോലും തുടങ്ങിയത്. അപ്പോൾ സ്ത്രീ സുരക്ഷ, അവൾക്കൊപ്പം മുദ്രാവാക്യങ്ങൾ, അത് ഒരു ഇരട്ടത്താപ്പാണ് എന്നുകൂടി തെളിയുന്ന ഒരു സന്ദർഭം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ? ഈ വേട്ടക്കാരൻ ഞങ്ങൾക്കൊപ്പമാണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകില്ല എന്നതാണോ ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്? അല്ല, ആ ഹിപ്പോക്രസി, ആ ഇരട്ടത്താപ്പ് ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. അത് പൊളിറ്റീഷ്യൻസ് ആയാലും ഗവൺമെന്റ് ആയാലും പോലീസ് ആയാലും ഇനിയിപ്പോ ഇൻഡസ്ട്രിയിലെ ആൾക്കാരായാലും സാധാരണ ജനങ്ങളായാലും അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കെതിരെ ഒരു അക്യൂസേഷൻ വരുമ്പോൾ അത് ശരിയായിരിക്കില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ സാധാരണ ജനങ്ങളുണ്ട്. ആ ഇരട്ടത്താപ്പ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ഇപ്പൊ എനിക്കോ നിങ്ങൾക്കൊക്കെ ഇരട്ടത്താപ്പുണ്ട്, അതുകൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ സർക്കാരിനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനോ ഇരട്ടത്താപ്പ് ഉണ്ടെങ്കിൽ അവിടെ ശരിക്കും അതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത് വിക്ടിംസ് തന്നെയാണ്. ഇപ്പൊ ഈ കേസിൽ ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആശ കൃത്യമായിട്ട് പറയണം, WC മെമ്പേഴ്സ് ഒരുപാട് പേരോട് ഞാൻ ഇതിനെക്കുറിച്ച് പല ദിവസങ്ങളിൽ സംസാരിക്കുന്ന ഒരു കേസാണ്. ഇവരൊരു കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം പോലും FIR രജിസ്റ്റർ ചെയ്തില്ല എത്രയോ ദിവസം. ഇപ്പൊ ഇവിടെ എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് 3ാമത്തെ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുള്ളൂ. അന്ന് എന്തുകൊണ്ട് അർദ്ധരാത്രി പോയി അറസ്റ്റ് ചെയ്തു? ഞാൻ പറയുന്ന ആദ്യത്തെ കേസ് തന്നെ അയാൾ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ 3ാമത്തെ കേസിലേക്ക് വെച്ചതാണ് പ്രശ്നമായത്. പക്ഷെ ഇത് അതായത് ഇവിടെ ഇതാണ് പ്രശ്നം. അതായത് പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും അക്യൂസ് ചെയ്യപ്പെടുമ്പോൾ, ഈവൻ ബിഷപ്പ് ഫ്രാങ്കോ ഫോർ എക്സാമ്പിൾ, എത്ര മാസം എടുത്തു ബിഷപ്പ് ഫ്രാങ്കോനെ അറസ്റ്റ് ചെയ്യാൻ? അതായത് നമ്മൾ ഒരിക്കലും കാണാത്ത പോലെ ചരിത്രത്തിൽ ഒരു ആ വഞ്ചി സ്ക്വയറിൽ നടന്ന ഒരു സമരം കൊണ്ട് മാത്രമാണ് ബിഷപ്പ് ഫ്രാങ്കോനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ മാത്രമല്ല, ഇൻഫ്ലുവൻസ് ഉള്ള ആരെയും തൊടാനുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നൊരു ഭയം കൊണ്ട് ഒരുപാട് പ്രാവശ്യം അറസ്റ്റുകളൊക്കെ നീണ്ടു പോവുകയാണ്. അറസ്റ്റ് കിട്ടുന്നതിന് മുൻകൂർ ജാമ്യം കൊടുക്കുക, അല്ലെങ്കിൽ അറസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ കോടതി പറയും ഇനിയിപ്പോ അറസ്റ്റിൽ എന്താ കാര്യം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പൊ കിട്ടിയ ബെയിൽ കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായി പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അയാളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് കാര്യമില്ല. എന്തെന്നാൽ ആ കേസ് രജിസ്റ്റർ ഇത്രയും ദിവസമായി, ആ കേസിൽ പോലീസിന് വേണ്ട എല്ലാ എവിഡൻസും അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അയാളെ ജയിലിൽ വെച്ചിട്ട് എന്താ കാര്യം? അതാണ് കോടതി ചോദിക്കുന്നത്. തീർച്ചയായും. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ഇടത് സർക്കാരാണ്, ഈ സർക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു MLA അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു, അതും ഈ സർക്കാരാണ്. പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. പ്രമുഖർക്കും എതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്, അത് സെലക്റ്റീവ് ആണോ? അതിന് ഏതെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, ഈ സംഭവം നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് FIR ഇട്ടത് എന്നത് ആശ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് കൃത്യമായി. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.